എൻ്റെ പിറകിൽ കാണുന്ന ഗർത്തം പ്രേക്ഷകർ കണ്ടു കാണാം. ഈ ഗർത്തത്തിലേക്ക് ഒരു കാറ് മറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എങ്കിലും മറിഞ്ഞു, ഒരാൾ മരിച്ചു. ഇവിടെ ഹൈവേ വരുന്നതിൽ നമുക്ക് ആർക്കും ഇവിടെ എതിർപ്പില്ല. പക്ഷേ ഈ ഹൈവേ വരുമ്പോൾ വെളിയിലുള്ളവർക്ക് മാത്രം ഉപകരിക്കപ്പെട്ടാൽ പോരാ, ഇവിടെ ഉള്ള നാട്ടുകാരായ നമുക്കും കൂടെയൊക്കെ അത് ഉപകരിക്കപ്പെടണം. അത് രാത്രി കാലങ്ങളിലൊക്കെ വന്നിറങ്ങി അവർക്ക് നേരെ പോകുന്ന വണ്ടികളിൽ വന്നിറങ്ങിയാൽ തന്നെ പോകാനൊരു സൗകര്യം ഇല്ല. നമസ്കാരം, ഇത് പാലാങ്കോണമാണ്. പാലാങ്കോണം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മണനാക്കിൽ നിന്ന് ആലങ്കോട് ഹൈവേയിലോട്ട് കയറി പോകുന്ന റോഡ്, ദേശീയപാതയുടെ മുമ്പിൽ നിൽക്കുന്നത്. എൻ്റെ പിറകിൽ കാണുന്ന ഗർത്തം പ്രേക്ഷകർ കണ്ടു കാണാം. ഈ ഗർത്തത്തിലേക്ക് ഒരു കാറ് മറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എങ്കിലും മറിഞ്ഞു, ഒരാൾ മരിച്ചു. വീണ്ടും മരണം. അപ്പുറത്തൊരു ബൈക്ക് ഇടിച്ച് ഒരാൾ ആ കുഴിയിൽ പോയി വീണ് അവിടെ മരിച്ചു. അങ്ങനെ 2 മരണം, ഒരുപാട് ആക്സിഡൻറ്റ്. ഒരു ബുള്ളറ്റ് വന്ന് ഇവിടെ ഇടിച്ച് ബാക്കി താഴെ പോയില്ല. അങ്ങനെ ഒരുപാട് ആക്സിഡൻറ്റ് 1 2 ഒന്നും അല്ല, മരണം 2 മാത്രമേ പറയാൻ കഴിയൂ. ബാക്കി ആക്സിഡൻറ്റ് ഒരുപാട് നടന്നു. ഏതായാലും അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമെന്നാണ് നമ്മുടെ നാട്ടുകാരൊക്കെ പറയുന്നത്. ചേട്ടാ, ഒന്ന് വിഷയങ്ങളൊന്ന് ചുരുക്കി പറയാം. ഇത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കവലയാണ് പാലാങ്കോണം. നേരത്തെ നല്ലൊരു ജംഗ്ഷനായിരുന്നു. ഇപ്പോൾ ഈ റോഡ് മുറിഞ്ഞപ്പോൾ ആ ജംഗ്ഷനൊക്കെ പലരും പല ഭാഗങ്ങളിലായി. ഇവിടെ നമ്മുടെ പരാതി എന്ന് പറയുന്നത് ഈ ഹൈവേ വരുന്നത് നമുക്ക് ആർക്കും ഒരു എതിർപ്പില്ല. ഇവിടെ ഹൈവേ വരുന്നതിൽ നമുക്ക് ആർക്കും ഇവിടെ എതിർപ്പില്ല. പക്ഷേ ഈ ഹൈവേ വരുമ്പോൾ വെളിയിലുള്ളവർക്ക് മാത്രം ഉപകരിക്കപ്പെട്ടാൽ പോരാ, ഇവിടെ ഉള്ള നാട്ടുകാരായ നമുക്കും കൂടെയൊക്കെ അത് ഉപകരിക്കപ്പെടണം. അതിനുവേണ്ടി അതാണ് നമ്മുടെ ഒരു ആവശ്യം. പക്ഷേ ഇത് എങ്ങനെ നമുക്ക് ഉപകരിക്കുക എന്നുള്ളത് ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞ ഉദ്ദേശം, ഇവിടെ ഇപ്പോൾ ഈ 2 സ്ഥലത്ത് ഇരുവശങ്ങളിലായിട്ട് സർവീസ് റോഡുണ്ട്. ആ സർവീസ് റോഡിൽ ബസ് പേ ഇല്ല, പിന്നെ ആൾക്കാർക്ക് നടന്നു വരാനുള്ള നടപ്പാതയില്ല. ഇതൊന്നുമില്ലാതെ ഇവർക്ക് തോന്നിയ കണക്ക് ഒരു നിസ്സാരമായ മട്ടിൽ ഇവരിത് ഇങ്ങനെ നിർമ്മാണം നടത്തിയിരിക്കണം. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ആ സർവീസ് റോഡിൻ്റെ വീതി എത്രയാണ്. ഇനി കെട്ടി വന്നാൽ തന്നെയും അവർ ഓട ഇട്ടിരിക്കണം. ആ ഓടയുടെ മുകളിൽ കൂടെ ആ വണ്ടി കയറി വരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഓട നാളെ ഇടിയും. അതല്ലേ അന്ന് ഇടിയപ്പോൾ അന്ന് ആ ഏത് വണ്ടിയാണോ കാരണം അവരുടെ പേരിലാണ് കംപ്ലയിൻറ്റ് വരുന്നത്. ഇതിനൊന്നും ഉറപ്പുള്ള വലിയ കോൺക്രീറ്റ് ഒന്നും അല്ല അവർ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ. ഇതിൽ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും ഒരു നടപടിയും അവരൊന്നും എടുത്തിട്ടില്ല. പക്ഷേ ഇത് ഇനിയിപ്പോൾ നിർബന്ധമായിട്ട് ഇവരിത് ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ സമര പരിപാടികളായിട്ട് നമുക്ക് മുമ്പോട്ട് പോകേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തരുത്. നമ്മൾ നിലവിളിച്ചാലേ നിങ്ങൾ മനസ്സിലാക്കൂ എന്ന് ഭരണാധികാരികൾ കരുതരുത്. നമ്മളെ നിലവിളി കേട്ടാലേ ഇത് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് അവർക്ക് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് വരും. അവിടെ കുഴിച്ച് മണ്ണത്രയും ഇവിടെ ഉള്ള മണ്ണത്ര കണ്ടില്ലേ, മണ്ണത്രയും കൊണ്ടുപോയി. ഇതെല്ലാം കൊണ്ടുപോയി അവരിവിടെ ഇട്ട് ഇപ്പോൾ ആ വഴി എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ന് എത്ര കുട്ടികളാണ് ഇവിടെ വീണത്. വണ്ടി വന്ന് ഇന്നലെയും ഒരു ബുള്ളറ്റുകാരൻ വന്നു, അവ അങ്ങ് തെറിച്ച് പോയില്ല. അതിൻ്റെ പ്രധാന കാരണം എന്താണ്, ഇവിടെ കിടക്കുന്ന ഈ ഹമ്പുണ്ടല്ലോ, ഈ ഹമ്പിൽ യാതൊരുവിധ മുന്നറിയിപ്പും ഇല്ല. അതുപോലെ മുന്നറിയിപ്പ് ബോർഡ് അങ്ങ് വെക്കണം. ഏകദേശം 100 മീറ്റർ 150 മീറ്റർ. ഇപ്പോൾ വെളിയിലൊക്കെ ചെന്നാൽ ആദ്യം 150ൻ്റെ വര വരയ്ക്കും, പിന്നെ 100ൻ്റെ വര വരച്ചിടും, പിന്നെ 50ൻ്റെ വര വരയ്ക്കും, പിന്നെ ഹമ്പിൻ്റെ ബോർഡും വയ്ക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കി ഒരു ഡ്രൈവർക്കും ഒരു എഞ്ചിനീയർക്ക് നിന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ഡ്രൈവർ അത് മനസ്സിലാക്കി വരും. ഇതല്ല, ഇത് ഇവിടെ അടുത്ത് വരപ്പാണ്. എല്ലാ ഒരു ബോർഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ട്രാഫിക്കിൻ്റെ അവിടെ വെച്ചിരിക്കുന്ന ട്രാഫിക്കിൻ്റെ സിഗ്നൽ മാത്രമേ കാണിക്കൂ, ഇത് കാണിക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ അപ്പുറത്ത് കാണിച്ചു വരുമ്പോൾ അവിടെയും ഒരു ഹമ്പ്. ഈ ഹമ്പുകൾ കൊണ്ടെന്ന് അറിയിക്കണ്ടേ? രാത്രി കാലങ്ങളിൽ പാഞ്ഞു വരുന്ന വണ്ടികൾ ഇവിടെ വരപ്പോൾ ഇത് വന്ന് തെറിക്കുകയാണ്. നേരെ ചെന്ന് ഹൈവേ കുഴിയിലാണ് ചെന്നാണ്. ഒരു മരണം ആദ്യം ഉണ്ടായി, പിന്നെ ഒരു മരണം ഉണ്ടായി. ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് 2 അവൾ ഒരു സ്കൂട്ടറിൽ നിന്ന് ഒരു താഴെ വന്നു. കൊച്ചി പയ്യ പുള്ളവരാ. ഇന്നലെ ഒരു ബുള്ളറ്റ് വന്ന് അതും ഇടിച്ചു. ഇവിടെ ആൾക്കാർക്ക് നടക്കാൻ ഇപ്പം ഈ ഒരു വണ്ടി വന്ന് ആൾക്കാർക്ക് നടപ്പാതയില്ല, നടന്നു പോകാൻ അപ്പുറത്ത് പോകാൻ. അവിടെ പള്ളിയുണ്ട്, ആ പള്ളിയിലേക്ക് പോകാനും ബാങ്കൊക്കെ നിസ്കരിക്കാൻ പോകാനും അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ ഭാവിയിൽ നമുക്ക് ഇവിടെ ഇത് ബസ് പേ വേണം. ബസ് പേ എന്നില്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ എങ്ങനെയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോകണത്? ഇപ്പം നമ്മുടെ ആവശ്യമെന്ന് പറയുന്നത് ഈ പ്രധാനപ്പെട്ട കവലയെന്ന് പറയുന്നത് മാമം, ഈ കടമ്പാട്ട് കോണം, ആയാങ്കോണം. ഈ ആയാങ്കോണത്തിന് ഇടയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവലയുണ്ട്. ഈ കവലയിൽ നിന്ന് വേണം ആൾക്കാർക്ക് മറ്റു വക്കം, കടയ്ക്കാവൂര്, കവലയൂര് അങ്ങനെയൊക്കെ പോവേണ്ട ആൾക്കാർ കാലങ്കോട്ടായാലും എല്ലാം ഈ പ്രധാനപ്പെട്ട നാഷണൽ ഹൈവേ വരുമ്പോൾ അതിൻ്റെ 2 സൈഡിലായിട്ട് വരുന്ന ഒരു ബൈപ്പാസ് സർവീസ് റോഡുകളാണ്. ഈ സർവീസ് റോഡിൻ്റെ സൈഡിലായിട്ട് ഒരു ബസ് ബേ എന്ന് പറയുന്നത് 1 സെൻറ്റ് പോലും വേണ്ട. 2 സൈഡിലും ഒരു ബസ് ബേ ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഉപയോഗപ്രദമാണ്. നമ്മുടെ ജംഗ്ഷൻകാർക്ക് മാത്രമല്ല, ഈ അങ്ങോട്ടൊക്കെ ഉള്ള ഒരുപാട് പേർക്ക് രാത്രി കാലങ്ങളിലൊക്കെ വന്നിറങ്ങി അവർക്ക് നേരെ പോകുന്ന വണ്ടികളിൽ വന്നിറങ്ങിയാൽ തന്നെ പോകാനൊരു സൗകര്യം ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ബസ് ബേ വേണം. ഈ പാലത്തിൽ നടപ്പാതയും വേണം. എനിക്ക് പറഞ്ഞപ്പോൾ എറണാകുളത്ത് നിന്ന് പറഞ്ഞ ഒരാൾ
പക്കത്ത് പോകണമെങ്കിൽ ഇവിടെ ഇറങ്ങിയിട്ട് അടുത്ത ബസ്സിൽ കയറണം. ആ ബസ് ഫീ അവിടെ ഇല്ല. ഇല്ല. അതാണ് അതാണ് വിഷയം. അപ്പോൾ അത് പ്രധാനമായിട്ടും പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ വർക്ക് തുടങ്ങിയിട്ട് 4 വർഷത്തിൽ കൂടുതലായി. അത് ഈ പാത, അതായത് ഈ അഞ്ചുതെങ്ങ് പൊന്മുടി പാതയാണ് ഈ കടന്നു പോകുന്നത്. വലിയ ഒരു റോഡ്, എപ്പോഴും വാഹന സഞ്ചാരമുള്ള റോഡാണ്. ഇവിടെ ഈ റോഡിൻ്റെ ഒരു 36 കോടി എന്നാണ് പറയുന്നത്. കോട അടക്കമാണോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ 4 വർഷം ഒരു ലെയറെ ഇത് ഇട്ടിട്ടുള്ളൂ. അതിനുശേഷം ഒന്നും ഇട്ടിട്ടില്ല. അത് തന്നെ നിങ്ങളിവിടെ കണ്ടാൽ അറിയാം, ഭയങ്കരമായ പൊടിശല്യമാണ്. ഈ പൊല്യൂഷൻ എന്ന് പറയുന്ന ആൾക്കാർ എത്ര വർഷം എന്ന് പറഞ്ഞാൽ സഹിക്കുന്ന, ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ 4 വർഷത്തോളമായി ഒരു പീരീഡ് ഇല്ലേ. ഇത് അങ്ങനെ ഒന്നുമില്ല. അതുപോലെ ഈ സുരക്ഷാ ബോർഡുകളുടെ കാര്യത്തിൽ, സുരക്ഷാ ബോർഡുകൾ ഈ പേരിന് വേണ്ടി ആ ലൈറ്റൊക്കെ കൊണ്ടുവച്ചിട്ട് എത്ര നാളായി, ഇതുവരെ അത് കത്തിച്ചിട്ടില്ല. ഇവർ പഞ്ചായത്തിൻ്റെ ഇലക്ഷനൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കുന്ന സെക്രട്ടറിയൊക്കെ വിചാരിച്ചാൽ അത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ അപകടങ്ങൾ നിരന്തരമാണ്. ഇതിനൊന്നും ഒരു പരിഹാരമില്ല. ഇത് ഇപ്പോൾ എന്ന് നമ്മളിത് പറയാമെന്നല്ലാതെ ഇതിനൊരു പരിഹാരം, സ്ഥായിയായ ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മളെ ഈ ആവശ്യങ്ങളും, ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല. നമ്മുടെ നാട്ടുകാർക്ക് ഇതെല്ലാം ഒരു ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഈ ബസ് ബേ എന്ന് പറയുന്നതും ഈ നടപ്പാത എന്ന് പറയുന്നതും ഈ പൊടിശല്യം ഒഴിവാക്കുക, എത്രയും പെട്ടെന്ന് ഈ കൺസ്ട്രക്ഷൻ പണികൾ തീർപ്പാക്കുക, അതാണ് നമുക്ക് വേണ്ടത്. എവിടെയൊക്കെ പരാതി കൊടുത്തു ഞങ്ങൾ പരാതി കൊടുത്തത് ആദ്യം ഇതിൻ്റെ ഈ ബൈപ്പാസിൻ്റെ മെയിൻ ഓഫീസാണ് തിരുവനന്തപുരത്തുള്ള. അതിൻ്റെ അവിടെ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അംബിക MLAക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ശശി MLAക്ക് ഉടനെ കൊടുക്കും. MP ഇവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് MPക്ക് കൊടുത്തിട്ടില്ല. അത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലായിടത്തും കൊടുക്കേണ്ട സ്ഥലത്തും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. കൊടുക്കാനുള്ള ഉദ്ദേശവുമുണ്ട്. ഇനിയും കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. ഇനി എവിടെയൊക്കെ ഇതിൻ്റെ കഴിഞ്ഞ് ഡൽഹിയിൽ കൊണ്ടുപോകണമെങ്കിൽ കൊടുക്കണമെങ്കിൽ അവിടെയും കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഇത് നമുക്കിവിടെ ജനങ്ങൾക്ക് ഉപകാരമാവണം. ഏതായാലും പിന്നെ വികസനത്തിന് അവരാരും എതിരില്ല, നാട്ടുകാരും എതിരില്ല. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഈ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ പോകുന്ന ആൾക്കാരുടെ ആവശ്യം മാത്രം നോക്കിയാൽ പോരാ, തദ്ദേശീയരായ ആൾക്കാരുടെ ആവശ്യം കൂടി പരിഗണിക്കണം. നമ്മൾ കഴിഞ്ഞ 5-6 ദിവസം മുന്നേ ഒരു വാർത്ത ചെയ്യുന്ന ഒരു അമ്മയുടെ വീടിടിയുന്ന വാർത്ത നമ്മൾ ചെയ്തായിരുന്നു. അതേപോലെ 100 പ്രശ്നങ്ങൾ ഉണ്ട്. അത് ചൂണ്ടിക്കാണിക്കേണ്ടതൊക്കെ ഞങ്ങൾ മാധ്യമപ്രവർത്തകരും പൊതുപ്രവർത്തകരുമാണ്. പരിഹാരം ഉണ്ടാക്കേണ്ടത് നിങ്ങൾ സർക്കാർ സംവിധാനങ്ങളാണ്. സ്മൈലിസുണ്ടി ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീജിത്ത് മാരാർ, സൈനിങ് ഓഫ്.